തമിഴ്നാട്ടിൽ TVK അധികാരത്തിലെത്തിയതിന് പിന്നാലെ ക്വാറികൾക്ക് വിജയ് നിയന്ത്രണം കൊണ്ടുവന്നത് വിഴിഞ്ഞം പദ്ധതിക്ക് തിരിച്ചടിയായി. പാറകൾ കിട്ടാതായതോടെ രണ്ടാം ഘട്ട പദ്ധതിയിലെ ബ്രേക്ക് വാട്ടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു. കന്യാകുമാരി, തിരുനെൽവേലി ഭാഗങ്ങളിലെ ക്വാറികളെയാണ് പദ്ധതിക്കായി ആശ്രയിച്ചിരുന്നത്. മുഖ്യമന്ത്രി ഇടപെട്ട് വിഷയം പരിഹരിക്കണമെന്നാണ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആവശ്യം. തമിഴ്നാട്ടിൽ ഇപ്പം ക്വാറീസിനൊക്കെ നിയന്ത്രണം കൊണ്ടുവന്നു. ഇപ്പോൾ ക്വാറീസിൻ്റെ അവിടെ ഇലീഗൽ ക്വാറീസ് അവർ പറഞ്ഞാൽ അല്ലെങ്കിൽ ക്വാറീസിൻ്റെ പെർമിഷൻ നിർത്തിയതുകൊണ്ട് നമുക്ക് പാറക്കല്ല് കിട്ടാനായിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന ക്വാറിക്കുള്ള കല്ലും ഒക്കെ വരുന്നത് തൊട്ടടുത്ത് തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ക്വാറിയുടെ പ്രശ്നം. പക്ഷേ തമിഴ്നാട്ടിൽ പോലും പുതിയ മുഖ്യമന്ത്രി വന്ന ശേഷം വിജയ് വന്ന ശേഷം അദ്ദേഹം ക്വാറീസിനൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഏരിയയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കന്യാകുമാരി, തിരുനെൽവേലി മേഖലയിലുള്ള ക്വാറീസിനൊക്കെ അവർക്കുള്ള പെർമിഷൻസ് ഒക്കെ വിഡ്രോ ചെയ്തിരിക്കുക. ഈ കല്ല് വരാതെ നമുക്ക് ബ്രേക്ക് വാട്ടർ തീർക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ അതിന് വേറെ ഓൾട്ടർനേറ്റീവ് നോക്കേണ്ടി വരും. മുഖ്യമന്ത്രി തന്നെ അദ്ദേഹമായിട്ട് സംസാരിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ സ്വർണ്ണ മുട്ട ഇടുന്ന താറാവ് നമ്മുടെ കയ്യിലുണ്ട്. മുട്ട ഇടാനായിട്ട് സമ്മതിച്ചാൽ മതി. അരുൺ സോളമൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, പദ്ധതിയുടെ നിർമ്മാണം പൂർണ്ണമായും നിലച്ച സ്ഥിതിയാണോ? വിഴിഞ്ഞം തുറമുഖ പദ്ധതി അത് സംസ്ഥാനത്തിന്റെ ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്ന് തന്നെയാണ്. ലോകത്ത് എമ്പാടുമുള്ള മലയാളികളൊക്കെയും വളരെ അഭിമാനത്തോടു കൂടി പങ്കുവെക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ TVK അധികാരത്തിലെത്തിയതിന് പിന്നാലെ വിഴിഞ്ഞം രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചില അനിശ്ചിതത്വങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. കാരണം ഈ വിഴിഞ്ഞത്ത് രണ്ടാം ഘട്ടം ഏറെ പ്രതിസന്ധിയിലാവാൻ കാരണം TVK അധികാരത്തിലെത്തിയതിന് പിന്നാലെ തമിഴ്നാടുള്ള കോറികൾക്ക്, അതായത് ഇല്ലീഗൽ മൈനിങ് ആക്ടിവിറ്റി നടത്തുന്ന കോറികൾക്ക് വിജയ് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തുകയും പല കോറികൾക്കും സ്റ്റോപ്പ് മെമ്മോ തമിഴ്നാട് സർക്കാർ കൊടുത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിക്ക് തിരിച്ചടിയായിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പാറകൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ തന്നെ കന്യാകുമാരി, തിരുനെൽവേലി പ്രദേശങ്ങളിൽ നിന്നാണ്. ഈ ഭാഗങ്ങളിലുള്ള കോറികളിൽ നിന്നൊക്കെ ഇപ്പോൾ പാറകൾ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഈ വിഷയം മുഖ്യമന്ത്രി VD സതീശന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടാൽ വിഷയം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ചേംബർ ഓഫ് കൊമേഴ്സും പ്രതീക്ഷ വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇപ്പോൾ ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ചപ്പോൾ തന്നെ മിഷൻ സമുദ്രയിൽ തന്നെ വലിയ ഫണ്ട് തന്നെ അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും വിഴിഞ്ഞം പദ്ധതി 2028 ഡിസംബറോടുകൂടി തന്നെ പൂർത്തിയാക്കാനാണ് അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും. അത് പര്യാപ്തിയിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പോൾ നിലവിൽ പാറ കിട്ടാതായതോടുകൂടി തന്നെ ബ്രേക്ക് വാട്ടർ വലിയ അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം കടൽ നികത്തിയാണ് ഇപ്പോഴുള്ള രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഒരു 2 മദർഷിപ്പുകൾ ഒരേ സമയത്ത് തന്നെ നിർത്താൻ പാകം ഉള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയും പാറകൾ കൂടുതലായി വേണ്ടിവരും. ഇനി വിജയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച കേരളത്തിലെ CM നടത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളതാണ് ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന്, ചേംബർ ഓഫ് കൊമേഴ്സ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് അത് മുഖ്യമന്ത്രിയുടെ കീഴിൽ കൊണ്ടുവരണമെന്നുള്ളതാണ്. കാരണം ഈ റിംഗ് റോഡ്, അതുപോലെ തന്നെ റെയിൽവേ അടക്കമുള്ള ഈ പദ്ധതികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെങ്കിൽ അത് തലസ്ഥാന നഗരത്തിന്റെ, പ്രത്യേകിച്ചും ലൈറ്റ് മെട്രോ അടക്കമുള്ള പദ്ധതികൾ ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇതിനൊരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് മുന്നോട്ട് വരണമെന്നുള്ള ആവശ്യം കൂടിയാണ് ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം ഇനിയുള്ള കാലത്ത് ഈ അടിക്കടി ഡൽഹിയിലേക്ക് പോയി പണം ആവശ്യപ്പെടുന്ന പരിപാടി നിർത്തണമെന്നൊരു വിമർശനം കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നു. കാരണം സ്വർണ്ണ മുട്ടയിടുന്ന ഒരു താറാവ് നമുക്കുണ്ട്. ആ താറാവിനെ മുട്ടയിടാൻ അനുവദിച്ചാൽ മതി എന്നുള്ളതാണ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അധ്യക്ഷൻ രഘുചന്ദ്രൻ നായർ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും അത് ഒരു പരിധിവരെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ തരേണ്ടുന്ന വിഹിതം കൃത്യമായി തന്നാൽ മാത്രമേ പല പദ്ധതികളും മുന്നോട്ട് പോകാൻ കഴിയൂ. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.